ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ മൂന്നാം പാദത്തിലേക്ക് നമ്മൾ വിജയശ്രീലാളിതരായി എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ഏകവചനം ആൻഡ് ബഹുവചനം. ഇംഗ്ലീഷിൽ പൊതുവെ സിമ്പിൾ വേർഡ്സ് എസ് ചേർത്തോ ഇഎസ് ചേർത്തോ ബഹുവചന രൂപത്തിലാക്കാം. ഉദാഹരണത്തിന് ബുക്ക്, എസ് ചേർത്തപ്പോൾ ബുക്സ്, അതാണ് അതിൻ്റെ പ്ലൂറൽ. മാംഗോ, ഇഎസ് ചേർത്തപ്പോൾ മാംഗോസ്. മറ്റ് ചില വാക്കുകൾ മാസ് നൗൺസ് എന്നറിയപ്പെടും. ഇവയ്ക്ക് സ്വന്തമായി പ്ലൂറൽ ഫോംസ് ഇല്ല. ചില വാക്കുകൾ അതിൻ്റെ മുന്നിൽ ചേർത്ത് കഴിയുമ്പോൾ അതിന് പ്ലൂറൽ ഫോംസ് ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് ന്യൂസ്, വാർത്ത. മലയാളത്തിൽ വാർത്തകൾ എന്ന് പറയാം, എന്നാൽ ഇംഗ്ലീഷിൽ ന്യൂസസ് എന്ന് പറയില്ല. പകരം അതിൻ്റെ മുന്നിൽ പീസസ് ഓഫ് ചേർത്ത് അതിന് ഒരു പ്ലൂറൽ ഫോം കൊടുക്കും. പീസസ് ഓഫ് ന്യൂസ്. ന്യൂസിൻ്റെ ബഹുവചന രൂപം പ്ലൂറൽ ഫോം ഈസ് പീസസ് ഓഫ് ന്യൂസ്. അതുപോലെയാണ് അഡ്വൈസ്, ADVICE. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വി ഫോളോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഇവിടെ അഡ്വൈസ് എന്നുള്ളത് നൗണാണ്, അത് വേർബ്, ഉപദേശിക്കുക എന്നുള്ള അർത്ഥം വരുമ്പോൾ SE ആവും, ADVISE, ഉപദേശിക്കുക. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ രണ്ടിടത്തും S ആയിരിക്കും. അപ്പോൾ ADVICE ഉപദേശം, ഉപദേശങ്ങൾ എന്നർത്ഥം വരണമെങ്കിൽ പീസസ് ഓഫ് അഡ്വൈസ് എന്നുപയോഗിക്കണം. അതുപോലെയാണ് ഇൻഫർമേഷൻ. പൊതുവെ നമ്മൾ ഈ തെറ്റുകൾ നിത്യേന കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ടി വിയിലൊക്കെ ഗസ്റ്റായിട്ട് വരുന്നവരും ഹോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഇൻഫർമേഷൻസ് എന്ന് ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. പ്ലീസ് യൂസ് പീസസ് ഓഫ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെയാണ് ഫർണിച്ചർ. ഡോണ്ട് സേ ഫർണിച്ചേഴ്സ്, പീസസ് ഓഫ് ഫർണിച്ചർ, ഗൃഹോപകരണങ്ങൾ. അടുത്തത് മറ്റ് ചില നാമങ്ങൾ ബഹുവചന രൂപത്തിലാക്കുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറാറുണ്ട്. അങ്ങനെയുള്ള ചില വാക്കുകൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ തന്നെ, മാൻ. ഇത് മാൻ എന്നാണ് പറയേണ്ടത്, നോട്ട് മേൻ. മാൻ. മാനിൻ്റെ എ എടുത്ത് കളഞ്ഞ് ഇ ചേർക്കുമ്പോൾ മെന്ന. വുമൺ, WOMAN, വുമൺ. WOയ്ക്ക് ഇവിടെ വു എന്ന ശബ്ദമാണ് കിട്ടിയിരിക്കുന്നത്. ഈ വുമൺ എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം വിമൻ, നിങ്ങൾക്കറിയാം. എന്നാൽ അതിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിച്ച്. വുമണിൻ്റെ WOയുടെ ശബ്ദം WOMEN ആയപ്പോൾ വി എന്നായി, വിമൻ. മുകളിൽ പറഞ്ഞ MEN, മെൻ, ഇവിടെ ചേർന്നപ്പോൾ മിന്നായി. വുമണിൻ്റെ പ്ലൂറൽ ഫോം ഈസ് നോട്ട് വിമൻ ബട്ട് വിമിൻ. വിമിൻ, WOMEN. വിചിത്രമായിട്ടുണ്ടല്ലേ? അടുത്തത് ചൈൽഡ്, ചിൽഡ്രൻ. ചിൽഡ്രൻസ് എന്ന് പറയും, ശ്രദ്ധിക്കണം, തെറ്റാണ്. ടൂത്ത്, പല്ല്. ടൂത്തിൻ്റെ 2 O എടുത്തു കളഞ്ഞപ്പോൾ അതിമനോഹരമായി ചിരിച്ചുകൊണ്ട് 2 E അവിടെ എത്തി, ടീത്ത്. എത്ര മനോഹരമായിരിക്കുന്നു, രൂപഭാവം വന്നിരിക്കുന്നു. ഫംഗസ്, അതിൻ്റെ പ്ലൂറൽ ഫോം ഫംഗായി, FUNGI,
ഫംഗായി എന്നാണ് അത് പറയേണ്ടത്, ഫംഗി എന്നല്ല. ഫംഗിയായിട്ടും ഫംഗി എന്നും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ ശരി ഫംഗായി. അടുത്തത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാക്ക് ബാക്ടീരിയ. ബാക്ടീരിയം ആണ് സിംഗുലർ, BACTERIUM, ബാക്ടീരിയം. അതിൻ്റെ പ്ലൂറൽ ഫോം ഈസ് ബാക്ടീരിയ, BACTERIA. അടുത്ത വാക്ക് എൻ്റെ നോട്ടത്തിൽ മിക്കവാറും എല്ലാവരും തെറ്റിച്ച് പറയുന്ന ഒരു വാക്കാണ് അലൂമിനസ്, ALUMNUS, ALUMNUS. അതിൻ്റെ അർത്ഥം പൂർവ്വ വിദ്യാർത്ഥി എന്നാണ്, അല്ലെങ്കിൽ കലാശാല ബിരുദധാരി. അലൂമിനസ് നമ്മൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നതാണ് അലൂമിനസ്. തെറ്റാണ് ആ ഉച്ചാരണം. ALUMNUS ഈസ് നോട്ട് അലൂമിനസ് ബട്ട് എലംനസ്. എലംനസ്. അതിനൊരു സ്ത്രീലിംഗമുണ്ട് രൂപം, ALUMNA, എലംന. ALUMNA ഈസ് എലംന. ഇതിൻ്റെ പ്ലൂറൽ ഫോം ഈസ്, അതും നമ്മൾ എപ്പോഴും തെറ്റിച്ചു അലൂമിനി, അലൂമിനി അസോസിയേഷൻ എന്ന് പറയാറുണ്ട്. തെറ്റാണ്. ALUMNI ഈസ് എലംനായി. എലംനായി, ALUMNI ഈസ് എലംനായി. തീസിസ്, THESIS. അതിൻ്റെ ബഹുവചന രൂപം തീസീസ്, THESES. ISന് പകരം ES ആണ്. ക്രൈസിസ്, നിർണായക നിമിഷം, അപകടസന്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ക്രൈസിസ്. ബിക്കംസ് ക്രൈസീസ്, CRISES. അടുത്ത രണ്ട് വാക്കുകൾ എന്നും നമ്മൾ തെറ്റിക്കുന്ന ക്രൈറ്റീരിയൻ, മാനദണ്ഡം. ചിലർ ക്രൈറ്റീരിയാസ് എന്ന് ഉപയോഗിക്കും, ചിലർ അതിൻ്റെ പ്ലൂറൽ ഫോം സിംഗുലറായിട്ട് ഉപയോഗിക്കും. ക്രൈറ്റീരിയൻ എന്നുള്ള CRITERION എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം ഈസ് ക്രൈറ്റീരിയ, CRITERIA. ക്രൈറ്റീരിയ ഈസ് ദ പ്ലൂറൽ ഫോം. ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ ഉപയോഗിച്ച് കേൾക്കുന്നുണ്ട്, തെറ്റാണ്. ഒരു ക്രൈറ്റീരിയൻ എന്ന് പറയണം. അടുത്തത് ഫിനോമിനൻ, പ്രതിഭാസം. അതിൻ്റെ PHENOMENON, ഫിനോമിനൻ. അതിൻ്റെ പ്ലൂറൽ ഫോം ഈസ് ഫിനോമിന. ഫിലോമിന അല്ല, PHENOMENA, ഫിനോമിന. മെമ്മോറാണ്ടം, ദിവസവും ഉപയോഗിക്കുന്ന വാക്ക് മെമ്മോറാണ്ട, MEMORANDA, മെമ്മോറാണ്ട. മെമ്മോറാൻഡംസ് എന്നും ഉപയോഗിക്കാം, കൂടുതൽ ശരി മെമ്മോറാണ്ടം. അവസാനമായി വീട്ടിലെ ചില അംഗങ്ങളുടെ പ്ലൂറൽ ഫോംസ്. ഫാദർ ഇൻ ലോ, ചിലർ ഫാദർ ഇൻ ലോസ് എന്ന് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്, തെറ്റാണ്. ഫാദർ ഇൻ ലോ ഈസ് ഫാദേഴ്സ് ഇൻ ലോ. അതുപോലെ മദേഴ്സ് ഇൻ ലോ, സൺസ് ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ലോ. ശ്രദ്ധിക്കുമല്ലോ. അവസാനമായി പതിവ് പോലെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് നമുക്ക് നിർത്താം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. Whatever is destined to happen will happen. Whatever is destined to happen will happen. ഇനിയും തമ്മിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.